അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സമൂഹത്തിൽ നന്മ വരുത്തുക, നല്ലതായ കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുക എന്നുള്ളത്. ഓരോ കാലഘട്ടത്തിലും ഇസ്ലാഹിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം ഏറി വരികയാണ്. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ പെരുകി വരുന്നു എന്നത് വസ്തുതയാണ്. ഇവിടെ നമുക്ക് പ്രമാണങ്ങൾ കൊണ്ട് നടത്താനുള്ള, പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിർവഹിക്കാനുള്ള ദൗത്യം നിസാരമല്ല. വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളെ പ്രമാണങ്ങളിൽ വന്നത് പ്രകാരം പഠിപ്പിച്ചു കൊടുത്ത് പ്രചരിപ്പിച്ച് സമൂഹത്തിൻ്റെ ഓരോ തലങ്ങളിലും മാറ്റം വരുത്തുക എന്നതാണ് ഏറെ പ്രാധാന്യത്തോടുകൂടി നാം കാണേണ്ടത്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ അവസാനക്കാർ ശരിയാവുകയില്ല, ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹ, അതിൻ്റെ ആദ്യക്കാർ എന്തൊരു കാര്യം കൊണ്ടാണോ നന്നായത് അതിലൂടെ മാത്രമേ അവസാനക്കാർക്കും നന്നാകാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി അനിവാര്യമായ ഇടപെടൽ നടത്തി നന്മ വരുത്തുന്ന ആളുകൾക്ക് പ്രത്യേകം മംഗളം പറഞ്ഞത് ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇക്കാലത്ത് പ്രവാചകന്മാർ നിർവഹിച്ചു പോന്ന, അവരുടെ അനുചരന്മാർ ശ്രദ്ധിച്ചു പോന്ന ഓരോ കാലഘട്ടങ്ങളിലും ഉത്തമരായ പണ്ഡിതന്മാർ കാര്യമായി എടുത്ത ഇസ്ലാഹ്, നന്മ വരുത്തുക എന്ന മഹത്തായ പ്രവൃത്തിയെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ ഉണ്ടായിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് ഇസ്ലാഹിനെ മാറ്റണം എന്നാണ്. അതിൻ്റെ ഭാഗമായി ഇസ്ലാം നിഷിദ്ധമാക്കിയ പലതിനെയും അവർ അനുവദനീയമാക്കുന്നു. ഇസ്ലാം പഠിപ്പിച്ച മാന്യവും മര്യാദയുമുള്ള കാര്യങ്ങൾക്ക് അവർ വിലങ്ങുവെക്കുന്നു. അതിരുവിട്ട പ്രവർത്തനങ്ങൾ, പരിധിവിട്ട വാദങ്ങൾ അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. ഈ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. പ്രവാചകന്മാർ അഖിലവും നിർവഹിച്ചിട്ടുള്ള ദൗത്യം, അതിൻ്റെ മുമ്പിൽ ആരൊക്കെ കുതന്ത്രം മെനഞ്ഞിട്ടുണ്ടോ അതെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ആ കുതന്ത്രങ്ങൾക്ക് വിജയം കാണാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്, വലാ തുതിഉ അംറൽ മുസ്രിഫീൻ, അതിരുവിട്ടവരുടെ കാര്യം നിങ്ങൾ അനുസരിക്കരുത്. അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, ഭൂമിയിൽ കേടുണ്ടാക്കുന്നവരാണവർ, നന്മ ഉണ്ടാക്കുന്നവരല്ല. ഇത് ഖുർആനിൻ്റെ മുന്നറിയിപ്പാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെടുക? ഓരോ കാലഘട്ടത്തിലും നന്മ വരുത്തുകയാണ് എന്ന പേരിൽ ഫസാദ് ഉണ്ടാക്കുന്ന റുഅസാഉകൾ, നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ കുബറാ, പ്രമുഖരായി വിലസുന്ന ആളുകൾ ഇതിൻ്റെ പരിധിയിൽ വരും. അദ്ദുആത ലഹും ഇല ശിർക്കി വൽ കുഫർ, ഷിർക്കിലേക്കും കുഫറിലേക്കും ജനങ്ങളെ വിളിക്കുന്ന പ്രബോധകന്മാർ ഇതിൽ വരും. വമുഖാലഫത്തിൽ ഹഖ്, സത്യത്തിന് എതിരായി നിലകൊള്ളുന്ന, നിലപാടെടുക്കുന്ന ആളുകൾ ഇതിൽ വരും. റുഅസാഅഹും വകുബറാഅഹും അദ്ദുആത ലഹും ഇല ശിർക്കി വൽ കുഫരി വമുഖാലഫത്തിൽ ഹഖ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരണം വരെ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമാം വിധം ഇസ്ലാം പറഞ്ഞിട്ടുള്ള നിയമങ്ങളുടെ ഭാഗമായി നമുക്ക് സമൂഹത്തിൽ നന്മ നിലനിർത്താൻ, നടപ്പിലാക്കാൻ സാധിക്കണം. അതിരുവിട്ട വാദങ്ങൾ, പരിധിവിട്ട പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതല്ല. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.